വരിയിൽ നിൽക്കുന്നവർക്ക് പൊതിഞ്ഞു കെട്ടിയ സ്നേഹം വിളമ്പുന്നവർ. എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി, അത്രേ ഉള്ളൂ. നമസ്കാരമുണ്ട്. ഇന്നത്തെ ദിവസം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നൊരു നേതാവാണ് ജി സുധാകരൻ. വിവാദങ്ങളെ കൊണ്ടാണ് നിറഞ്ഞു നിന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. UDFന്റെ 102 MLA-മാരിൽ ഒരു തങ്കത്താരമാണ് നമ്മുടെ ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു കയറിയ CPM-നെ എതിർത്തുകൊണ്ട് അവരെ തറപറ്റിച്ച് 25,000-ൽ പരം വോട്ടുകൾക്ക് അമ്പലപ്പുഴയിലെ പഴയ സലാം CPIM-നെ തോൽപ്പിച്ച് നിയമസഭയിലെത്തി. അങ്ങനെ വില്ലാളി വീരനായ നേതാവ് കൂടിയാണ് ജി സുധാകരൻ. എങ്ങനെയാണ് ഈ ജി സുധാകരൻ സഖാവ് ഇന്ന് താരമായതെന്ന് അറിയണ്ടേ? അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. അവരൊക്കെ മയങ്ങി കിടക്കുകയായിരുന്നു. പ്ലോട്ടിങ്, ബ്ലഡ് പ്ലോട്ടിങ് ഇവിടെ കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 മണിക്കൂർ നേരം അവരുടെ ബോഡി എടുക്കാൻ ആരും ഉണ്ടായില്ല. ആ ഹോസ്പിറ്റലിനകത്ത് അവരെ ചികിത്സിക്കേണ്ട വാർഡിലേക്ക് ഒരു മനുഷ്യൻ ഉണ്ടായില്ല ഈ മെഡിക്കൽ കോളേജിൽ. അപ്പോഴത്തേക്ക് അവർ മരിച്ചു. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ 3 മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രക്ഷപ്പെടും. 3 മണിക്കൂറൊക്കെ എപ്പോഴേ കഴിഞ്ഞു, കാരണം അവിടുന്ന് കൊണ്ടുവരണം. അവസാനം പോലീസ് വന്നു അവിടുത്തെ ജീവനക്കാരോട് പറഞ്ഞു മര്യാദയ്ക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴാണ് ജീവനക്കാർ കൊണ്ടുപോയത്. അപ്പൊ മെഡിക്കൽ കോളേജിൽ പോലീസ് കൂടി ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥിതിയാണെങ്കിൽ എന്ത് ചികിത്സ എന്താ ഇവിടെ നടക്കുന്നത്? സഖാവ് ഈ ചോദ്യം ആരോടാണ് ചോദിക്കുന്നത്? സഖാവെ, ഈ പാവപ്പെട്ട ജനങ്ങളോടാണോ എന്താ ഇവിടെ നടക്കണമെന്ന് ചോദിക്കുന്നത്? ആ ചോദ്യം ഞങ്ങൾ തിരിച്ചാണ് സാറിനോട് ചോദിക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? സാർ ഈ ഭരണത്തിന്റെ ഭാഗമായിരുന്നല്ലോ ഒരു 5 കൊല്ലം മുമ്പ്. അന്ന് മന്ത്രിയായിരുന്നു, അതിനു മുമ്പ് MLA ആയിരുന്നു. ഇപ്പോൾ വീണ്ടും 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയെ ധിക്കരിച്ച് ആ പാർട്ടിയെ തോൽപ്പിച്ച് സാർ ഇന്നത്തെ ഭരണകക്ഷിയുടെ ഭാഗമായി ഇപ്പം അധികാരത്തിലുണ്ട്, MLA ആണ്. എന്നിട്ട് ഈ ചോദ്യം ഈ ജനങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? ഈ ഭരണം മാറിയിട്ട്, കഴിഞ്ഞ ഭരണം മാറിയിട്ട്, പിണറായി ഭരണം മാറിയിട്ട്, വീണ ജോർജ് ആരോഗ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായല്ലോ. അവിടുത്തെ തിരുത്തലുകൾ എന്താ വേണ്ടെന്ന് വെച്ചാൽ നടത്താനുള്ള സമയമായിരുന്നല്ലോ. താങ്കൾക്കും കൂടെ ഇടപെടാവുന്ന താങ്കളുടെ ജില്ലയിലെ ഒരു ആശുപത്രിയിലെ കാര്യമല്ലേ സാർ പറയുന്നത്? അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആരും ശ്രദ്ധിക്കാനുണ്ടായിരുന്നില്ലെന്നും അവർ മരിച്ചുപോയി എന്നും പറഞ്ഞ് ആരോടാണ് വിലപിക്കുന്നത്? ജനമാണ് വിലപിക്കുന്നത്. ഈ ചോദ്യം താങ്കളോടാണ് ചോദിക്കേണ്ടത്. അതൊക്കെ പോട്ടെ കേട്ടോ. ഇതും കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സഖാവ് പിന്നീട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ കേരളത്തിൻ്റെ മനസാക്ഷിയെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ചില പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഒരു കാലത്ത് അദ്ദേഹം കൂടെ ഭാഗഭാക്കമായിരുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനത്തെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ഭാഗം കൂടെ ഈ സഖാവ് തന്നെ പറയുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. കഷ്ടം, ഇദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ നമുക്ക് തോന്നിപ്പോകും. അതും കൂടെ ഒന്ന് കേട്ടു നോക്കും. ഞാനും KC വേണുഗോപാലും കൂടി ഒരു 3 ആഴ്ച മുമ്പ് അവിടെ ഒരു മീറ്റിംഗ് നടത്തി. കളക്ടർ ഉണ്ടായിരുന്നു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കോമ്പൗണ്ടിലെല്ലാം അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഷെഡും വെച്ച് കൊടിയിക്കടി ഇരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടില് അന്നദാനം കൊടുക്കുകയാണ്. ചിലപ്പോൾ ഗവൺമെന്റ് ജോലിയല്ല. ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ കൊടിയും കുത്തുകയാണ്. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടി അവിടെ കയറ്റിക്കൊള്ളാം. പാർട്ടിയിൽപ്പെട്ട മനുഷ്യന് വരാം, അവിടെ പാർട്ടി കളിക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. അതൊന്നും ഇനി ഉണ്ടാകരുത് ഞങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു. സഖാവ് ഈ മെഡിക്കൽ കോളേജ് നേരേക്കാൻ പോയിട്ട് അവിടെ നടന്ന ഒരു പുണ്യപ്രവൃത്തി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു പോന്നു എന്നാണ് പറയുന്നത്. അവിടെ ഈ പാവപ്പെട്ട മനുഷ്യരെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഈ സർക്കാർ ആസ്പത്രി. വലിയ പണമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോകില്ലല്ലോ, സ്വകാര്യ ആസ്പത്രി പോകുമല്ലോ. അപ്പോൾ അത്തരം മനുഷ്യർക്ക് ഒരു ഉച്ചഭക്ഷണം, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന സന്നദ്ധ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. വർഷങ്ങളായിട്ട് അത്തരം പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന സന്നദ്ധ സംഘടനകളിൽ ഒന്നാണ് DYFI. ഒരു പക്ഷേ ആ DYFIനോടുള്ള വിരോധം കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം പറഞ്ഞു ഇനി മേലാൽ ഈ പരിപാടി ഇവിടെ കൊടുക്കരുത് എന്ന് പറയുകയാണ്. അതാണോ ഇവിടെ പരിപാടി? സർക്കാരിൻ്റെ ചുമതലയല്ലേ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, സർക്കാർ അവർക്ക് 3 നേരവും ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി നല്ലതാണ്, അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ സാറ് തന്നെയല്ലേ പറഞ്ഞ് അവിടെ എന്താ നടക്കണമെന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചത്. അവിടെ ചികിത്സ പോലും മര്യാദയ്ക്ക് നടക്കാത്ത അത്തരം സ്ഥലത്ത് ഈ ഭക്ഷണം കൂടെ കൊടുക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? അപ്പോൾ അവിടെ കിടക്കുന്ന മനുഷ്യർക്ക്, വിശക്കുന്ന ഒരു വയറിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിൽ എന്താണ് സാറേ തെറ്റ്? അതിന് സ്ഥലം നോക്കേണ്ട കാര്യമുണ്ടോ? മെഡിക്കൽ കോളേജിലല്ലേ, രോഗമായി മല്ലിടുന്നവരല്ലേ, ജീവന് വേണ്ടി മല്ലിടുന്നവരല്ലേ? ആ പുണ്യപ്രവൃത്തി അവിടെ നടക്കട്ടെ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? സാറ് തന്നെ ഇവരുടെ ഈ പരിപാടി ഏതാണ്ട് ഒരു 5 കൊല്ലം മുമ്പ് അതിനെ പ്രകീർത്തിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തു എന്നൊക്കെ
എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതെന്നാണ്. ഇത്രയും വേഗം സ്വന്തം വാക്കുകളെ വിഴുങ്ങാൻ എങ്ങനെയാണ് ഈ സഖാവിന് കഴിയുന്നതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. എന്തായാലും ഇവരുടെ സൽപ്രവൃത്തി ലോകം മുഴുവൻ വാഴ്ത്തപ്പെട്ടതാണെന്നുള്ളത് നമുക്കൊരു വാർത്ത കേട്ടാൽ അത് മനസ്സിലാവും. എന്താണ് ഇദ്ദേഹത്തിന് അത് കേട്ടുള്ള കണ്ണുകടി എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ആ പരിപാടി അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹവും പിന്നെ മറ്റൊരു നേതാവും കൂടും, അവിടുത്തെ MP ആണെന്ന് തോന്നുന്നു, ഓർഡർ ചെയ്ത് പുറത്തു വന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും ചിലത് നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഈ വാർത്ത കണ്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണം 7ാം വർഷത്തിലേക്ക്. ഇതുവരെ 1 കോടിയോളം പൊതിച്ചോറുകളാണ് വീടുകളിൽ നിന്ന് ശേഖരിച്ച് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നൽകിയത്. വയറെരിഞ്ഞ് വരിയിൽ നിൽക്കുന്നവർക്ക് പൊതിഞ്ഞു കെട്ടിയ സ്നേഹം വിളമ്പുന്നവർ. തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ 7 വർഷമായി മുടങ്ങാത്ത കാഴ്ച. ഡിവൈഎഫ്ഐ അരിമ്പൂർ മേഖലാ കമ്മിറ്റിക്കായിരുന്നു ഇന്ന് പൊതിച്ചോറ് നൽകാനുള്ള ഊഴം. ദിവസവും 500 പൊതിച്ചോറ് എന്ന രീതിയിൽ തുടങ്ങിയ പരിപാടിയാണ് വളർന്ന് ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ഒരു നേരത്തെ വിശപ്പകറ്റുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഭവമാണ് ഡിവൈഎഫ്ഐക്ക്. ഇവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ഹൃദയപൂർവ്വം മനുഷ്യരെ ചേർത്തു നിർത്തുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ളത്. ഒരാഴ്ച മുമ്പ് ഏതോ ഒരു സംഘടന സേവാഭാരതി അവിടെ ഒരു ഷെൽഡും കെട്ടി അവർ കൊടുക്കുകയാണ് ഈ തീരുമാനത്തിന് ശേഷം. ഈ സഖാവിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും നല്ല മിടുക്കനായ ഒരു മന്ത്രിയായിരുന്നു G. സുധാകരൻ എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹമാണ് ഇത്തരം വിവാദങ്ങളിൽ ചെന്ന് സ്വയം നാറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന ഈ ഗതികേടിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടി പ്രവർത്തകർ തന്നെ മുഖം നോക്കിയിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ള ചില അത്ഭുത കാഴ്ചകൾ കൂടെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ കേട്ടു നോക്കൂ. നമ്മുടെ പ്രേക്ഷകർ ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയണം. ഡിവൈഎഫ്ഐയും സേവാഭാരതിയും അല്ലെങ്കിൽ ഇനി യൂത്ത് കോൺഗ്രസോ ആരോ ആകട്ടെ, എന്ത് നല്ല പ്രവൃത്തികൾ ചെയ്താലും എന്ത് സൽപ്രവൃത്തികൾ ചെയ്താലും വിശക്കുന്ന മനുഷ്യന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിനെ തള്ളിപ്പറയേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം, പ്രേക്ഷകരുടെ അഭിപ്രായവും ഇതിനകത്ത് കുറിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. താങ്കൾ പറഞ്ഞോട്ടൊക്കെ എന്തുവാണ് ഈ പാർട്ടിക്കെതിരല്ലേ? താങ്കളെ പാർട്ടിയാക്കിയ പാർട്ടിക്കെതിരെ അല്ലേ? അല്ലേ? ആ വെളിയിൽ പോയി അതാ പറഞ്ഞേ. എല്ലാം നേടിക്കഴിഞ്ഞ് പുറത്തു പോയി. അത്രേ ഉള്ളൂ. എന്ത് നേടാനെന്നാ? ഒന്നും നേടിയിട്ടില്ല. ഒന്നുമല്ല, നേടുമല്ലോ. പക്ഷെ നേടി അതാണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് നേടി ഇല്ലെന്ന് പറയണ്ട. പാർട്ടിയിൽ നിന്ന് നേടി സ്ഥിരമൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ഒരു 1.5-2 വർഷം പോയി ഞങ്ങളൊന്നും പറയത്തില്ല. സാറേന്നല്ലേ വിളിച്ചിരുന്നത്? സാറേന്നാ വിളിപ്പിച്ചിരുന്നത്. വിളിപ്പിച്ചിരുന്നത് സാറേന്നാ. അതൊക്കെയായിരുന്നു. അംഗീകരിക്കും. ജനങ്ങൾ അംഗീകരിച്ചു. അതെ, അപ്പൊ അംഗീകരിച്ചു. അപ്പൊ മാറ്റം എല്ലാവർക്കും അംഗീകരിച്ചല്ലേ പറഞ്ഞു വരുന്നത്. അതെ 29,000 രൂപ കുഞ്ഞാലിക്കുട്ടി 1,80,000 അങ്ങനെ അല്ല. ഭൂരിപക്ഷത്തിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത്. ഇത്ര വോട്ട് ജയിച്ചു എന്ന് പറയുമ്പോൾ 1,80,000 വോട്ട് കുഞ്ഞാലിക്കുട്ടി ജയിച്ചു. കാര്യമായ ദുരന്തം ഏറ്റുവാങ്ങാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സഖാവിനും അത് തന്നെ സംഭവിക്കാനാണ് വഴി. നമുക്ക് കാത്തിരുന്ന് കാണാം.